ഇനി നമുക്ക് ഇടുക്കിയിലെ മലയോര കർഷകർ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊന്ന് കാണാം. മഴക്കാലം ആരംഭിച്ചതോടെ ഇടുക്കിയിലെ മലയോര മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് വെട്ടുകിളി ശല്യം. കഷ്ടപ്പെട്ട് നട്ടുവളർത്തുന്നവയുടെയൊക്കെ ഇലകൾ പൂർണ്ണമായും ഇവ തിന്നു നശിപ്പിക്കുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ചില കൃഷിയിടങ്ങളിലാണ് ഇപ്പോൾ വെട്ടുകിളി ശല്യം രൂക്ഷമായിട്ടുള്ളത്. രാപകലില്ലാതെ കർഷകർ നട്ടുനനച്ചു വളർത്തിയ ചെടികളുടെ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ്. കായും ഇലകളും വെട്ടുകിളികൾ തിന്നു നശിപ്പിച്ചു. നിമിഷ നേരം കൊണ്ട് പച്ചപ്പുകളെല്ലാം തിന്നു തീർക്കുന്ന ഈ പ്രാണിവർഗം അതിവേഗം പെരുകുന്നുമുണ്ട്. ചെടികളുടെ തളിരിലകളും വാഴയുടെ ഇലകളുമെല്ലാം ഇവ തിന്നു തീർത്തു കഴിഞ്ഞു. ഇവ തമ്പടിച്ച പ്രദേശത്ത് ഇരമ്പൽ ശബ്ദമുണ്ടെന്നും കർഷകർ പറയുന്നു. കൃഷിയിടത്തിൽ വെട്ടുക്കിളിയുടെ ശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് വെട്ടുക്കിളികൾ ഇറങ്ങി കൃഷിവിളകളെല്ലാം തിന്ന് തീർക്കുകയാണ്. ഈ വെട്ടുക്കിളികൾ ഇങ്ങനെ കൂട്ടമായി വന്ന് പച്ചയായിട്ടുള്ളത് എല്ലാം എന്ന് പറയുമ്പോൾ കൃഷി ഇനങ്ങളായ വാഴ, അതുപോലെ കുരുമുളക് പടർത്തിക്കയറ്റാൻ താങ്ങുകാലായിട്ട് ഉപയോഗിക്കുന്ന മുരിക്കിൻ്റെ ശിഖരങ്ങൾ തുടങ്ങിയിട്ട് നിരവധി വിളകൾ, കൊക്കോ ഉൾപ്പെടെ എല്ലാ വിളകളും തിന്ന് നശിപ്പിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ആക്രമണം ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. പുൽച്ചാടി വർഗത്തിൽപ്പെട്ട കൈവെള്ളയിൽ ഒതുങ്ങുന്ന ചെറുജീവിയാണ് വെട്ടുകിളി. പെട്ടെന്ന് വംശവർധന നടത്തുന്ന ഇവ പൂർണ്ണ വളർച്ചയെത്തിയാൽ കൂട്ടത്തോടെ തീറ്റ തേടി എത്ര ദൂരം വേണമെങ്കിലും പറക്കും. ഒരു ദിവസം 200 കിലോമീറ്റർ വരെ പറക്കാനാകുമെന്ന് പറയുന്നു. ആക്രമണ സ്വഭാവത്തോടെയാണ് വിളകൾ തിന്നു തീർക്കുക. വീടുകളിലും ഇവ കടന്നുവരും. അടിയന്തരമായി ഇവയെ നശിപ്പിക്കാത്ത പക്ഷം അനുകൂല സാഹചര്യത്തിൽ ഇവ മുട്ടയിട്ട് പെരുകുമെന്നും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. ഒരു വെട്ടുകിളിക്ക് 300 മുട്ടകൾ വരെ ഇടാനാകുമെന്ന് കാർഷിക ശാസ്ത്രജ്ഞർ പറയുന്നു. കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ആശങ്ക പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൈരളി ന്യൂസ്, ഇടുക്കി.